വർമ്മ ഹോംസിൻ്റെ ആ ഒരു വ്ളോഗ്സ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു എന്താ പറയുക പ്രൗഡായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്ളോഗ്സാണ്. കാരണം എന്താണോ അവർ കമ്മിറ്റ് ചെയ്തത് അത് അതുപോലെ തന്നെ ഫിനിഷ് ചെയ്യുന്ന ഒരു ബിൽഡറാണ് വർമ്മ ഹോംസ്. ഇപ്പം ട്രിവാൻഡ്രം, അതുപോലെ തന്നെ കൊച്ചി, തൃശ്ശൂരൊക്കെ അവരുടെ പ്രോജക്ട്സ് ഉണ്ട്. നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ വളരെ കറക്റ്റായിട്ട് പ്രോജക്റ്റ് ഡെലിവർ ചെയ്യും. അതുപോലെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്തൊരു ബിൽഡറാണ് വർമ്മ ഹോംസ്. നോർമലി നമ്മൾ വർമ്മ ഹോംസായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്ന എല്ലാ ലീഗൽ പ്രൊസീജിയേഴ്സും പക്കയായിട്ട് ചെയ്യുന്ന ഒരു ബിൽഡറാണ്. എല്ലാം റെഡിയായിട്ട് മാത്രമാണ് അവർ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുള്ളൂ. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കുന്നത് വർമ്മ ഹോംസിൻ്റെ വർമ്മ സബർബൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രിവാൻഡ്രത്ത് വരുന്ന അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളാണ്. ഇപ്പോൾ 2 വീക്സ് മുമ്പ് നമ്മൾ വർമ്മ ഹോംസിൻ്റെ കൊച്ചിയിലെ 3 പ്രീമിയം ലൊക്കേഷനിലുള്ള പ്രീമിയം അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് കാണിച്ചത്. അപ്പോൾ നല്ലൊരു വ്ളോഗായിരുന്നു അത് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിയൊരു വ്ളോഗാണ്. അതിൽ നമ്മുടെ അനിൽ വർമ്മ സാറാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കൊച്ചിയിലെ 3 ലൊക്കേഷനും അതുപോലെ ആ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കവർ ചെയ്തിരുന്നു. വർമ്മ ഹോംസിൻ്റെ ആ ഒരു വ്ളോഗ്സ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു എന്താ പറയുക പ്രൗഡായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്ളോഗ്സാണ്. കാരണം എന്താണോ അവർ കമ്മിറ്റ് ചെയ്തത് അത് അതുപോലെ തന്നെ ഫിനിഷ് ചെയ്യുന്ന ഒരു ബിൽഡറാണ് വർമ്മ ഹോംസ്. അപ്പോൾ അവരുടെ സ്റ്റാർട്ടിങ് ടൈം തൊട്ട് നമ്മൾ അവരായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്, വ്ളോഗ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓൺ ടൈം ഡെലിവറി ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ബിൽഡറാണ് വർമ്മ ഹോംസ്. ഇപ്പം ട്രിവാൻഡ്രം, അതുപോലെ തന്നെ കൊച്ചി, തൃശ്ശൂരൊക്കെ അവരുടെ പ്രോജക്ട്സ് ഉണ്ട്. നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ വളരെ കറക്റ്റായിട്ട് പ്രോജക്റ്റ് ഡെലിവർ ചെയ്യും. അതുപോലെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്തൊരു ബിൽഡറാണ് വർമ്മ ഹോംസ്. അപ്പോൾ അവർ ഏത് പ്രോജക്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ട്രിവാൻഡ്രം എന്ന് പറയുന്ന മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ കൊച്ചി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ആക്ച്വലി വരുന്നേ ഉള്ളൂ. കാരണം കൊച്ചിയിൽ തന്നെ ഇഷ്ടംപോലെ വർക്ക് ഉള്ളതുകൊണ്ടും ഒരുപാട് പ്രോജക്ട്സ് കൊച്ചിയിലുള്ളതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ട്രിവാൻഡ്രം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കഴക്കൂട്ടാണ്. ഇപ്പം ഏറ്റവും ഡെവലപ്പിംഗ് ആയിട്ടൊക്കെ വരുന്ന ഒരു ലൊക്കേഷനാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. NH നിന്ന് നമുക്ക് 1.5 കിലോമീറ്റേഴ്സാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പുതിയ പ്രൊപ്പോസ്ഡ് കോസ്റ്റൽ ഹൈവേ നിന്ന് 1.5 കിലോമീറ്റേഴ്സാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അടുത്ത ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജാണ് കഴക്കൂട്ടത്തുള്ളത്. ഡയഗണലി ഓപ്പോസിറ്റാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തുള്ള ലാൻഡ്മാർക്സ് നോക്കുകയാണെങ്കിൽ കിൻഫ്രയിലേക്ക് നമുക്ക് ലെസ് ദാൻ 1 കിലോമീറ്ററേ ഉള്ളൂ. നമ്മുടെ ISRO തുമ്പയിലേക്ക് നമുക്ക് 3 കിലോമീറ്ററാണ് വരുന്നത്. ടെക്നോ പാർക്ക് 3.7 കിലോമീറ്ററാണ്. ലുലു മാൾ 6.2 കിലോമീറ്റേഴ്സാണ്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് നമുക്ക് 10 കിലോമീറ്ററേ വരുന്നുള്ളൂ. ഇപ്പം അറിയാം, അതായത് നമ്മുടെ സിറ്റിക്ക് അകത്ത് വരുന്ന എയർപോർട്ടാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ട്രിവാൻഡ്രത്ത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഇരിക്കുന്നത്. വർമ്മ ഹോംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ലൊക്കേഷൻ സെലക്ഷൻ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പം കൊച്ചിയിലാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും ഒക്കെ അവരെടുക്കുന്ന ലൊക്കേഷൻ ഭയങ്കരമായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ ലൊക്കേഷൻസും അവർ സെലക്ട് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ക്വാളിറ്റി, അതിൽ ഒരു കോംപ്രമൈസും വരുത്താത്ത രീതിയിലാണ് ഓരോ പ്രോഡക്റ്റും അവർ ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ ഒരു ബിൽഡറെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളോട് പറഞ്ഞ സമയത്ത് ആ ബിൽഡർ ആ പ്രോഡക്റ്റ് നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് വർമ്മ ഹോംസിൻ്റേത്. ഇനി നമ്മൾ ഈ ഒരു സബർബൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ലാൻഡ് ഏരിയ 42 സെൻസ് ആണ് വരുന്നത്. 36 അപ്പാർട്ട്മെൻറ്റേ നമുക്കിതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര വേർത്തായിട്ടുള്ളൊരു പ്രോജക്റ്റാണിത്. ഇനി നമുക്കിതിൽ 9 ഫ്ലോറുകളാണ് വരുന്നത്, ഗ്രൗണ്ട് പ്ലസ് 9 ഫ്ലോർസ്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും നമുക്ക് കംപ്ലീറ്റ് കാർ പാർക്കിംഗ് ആണ് വരുന്നത്. ബാക്കിയാണ് നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫ്ലോറിൽ നമുക്ക് 5 അപ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ശരിക്കും ഇതിൽ 2 ബെഡും 3 ബെഡും ആണ് വരുന്നത്. അത് 1044 സ്ക്വയർ ഫീറ്റ് തൊട്ട് 1448 സ്ക്വയർ ഫീറ്റ് വരെയുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. 2 ബെഡ്റൂം നമുക്ക് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. 3 ബെഡ്റൂമിൽ നമുക്ക് 3 വേരിയൻ്റ് ആണ് വരുന്നത്. ഒന്ന് 1381, 1415, 1448 ഇങ്ങനെ 3 വേരിയൻസ് ആണ് നമുക്ക് 3 ബെഡ്റൂമിൽ വരുന്നത്. അപ്പോൾ നമുക്ക് 2 ബെഡ്റൂം കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയതുകൊണ്ട് ഞാൻ 3 ബെഡ്റൂമിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 67 lakhs ഓൺവേർഡ്സ് ആണ്. ഇത് ഇൻക്ലൂഡിങ് കാർ പാർക്കിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വരുന്നത് GST എക്സ്ട്രാ വരും, സ്റ്റാറ്റ്യൂട്ടറി ചാർജസ് എക്സ്ട്രാ വരും, വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് എക്സ്ട്രാ വരും, രജിസ്ട്രേഷൻ എക്സ്ട്രാ വരും. അപ്പോൾ ഒരു 67 to 70 ഉള്ളിലാണ് നമുക്കിതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ എക്സ്ട്രാ ആയിട്ടാണ് വരുന്നത്. ഇനി ഈ ഒരു പ്രോജക്റ്റിൻ്റെ നമ്മളൊരു ക്വാളിറ്റി ആസ്പെക്ട്സിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ പറയില്ലേ, സീയിങ് ഈസ് ബിലീവിംഗ് എന്ന് പറയുന്ന പോലെ ഇവരുടെ മിക്ക
ലൊക്കേഷനുകളിലുള്ള പ്രോഡക്ട്സും നമുക്ക് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ക്വാളിറ്റിയിലാണ് ആ പ്രോഡക്ട്സ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു സബർബൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റിലേക്കൊക്കെ വരുവാണെങ്കിൽ അവിടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഉപയോഗിക്കുന്ന ആ ഒരു സോളിഡ് ബ്ലോക്സ് ഒക്കെ സൈറ്റിൽ തന്നെ അവർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്രയും കെയറും അത്രയും ക്വാളിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബിൽഡറാണ് ശരിക്കും പറഞ്ഞാൽ വർമ്മ ഹോംസ്. അതുപോലെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് പ്ലാനുകൾ. ഇപ്പോൾ 2 bedroom ഒക്കെ ആണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള പ്ലാനാണ് മിക്ക പ്രോജക്ട്സിലും അവർ കൊടുക്കുന്നത്. അപ്പം ചിലതിലൊക്കെ നമ്മളിപ്പോൾ 800 square feet 3 bedroom ഒക്കെ കാണാറുണ്ട്. പക്ഷെ അങ്ങനെയല്ലാതെ വളരെ സ്പേഷ്യസ് ആയിട്ട് ഒരു ഫാമിലിക്ക് എന്താ പറയുക, എന്താണ് അവരുടെ കറക്റ്റ് റിക്വയർമെൻ്റ് എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന പ്ലാനുകളാണ് അവരുടെ കൂടുതലും കണ്ടിരിക്കുന്നത്. അതുപോലെ ആ ഒരു എലിവേഷൻ ആണെങ്കിലും അവർ കൊടുക്കുന്ന കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം അത്രയും ഹൈ ക്വാളിറ്റി യൂസ് ചെയ്യുന്ന ഒരു ബിൽഡറാണ് വർമ്മ ഹോംസ്. ഇനി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ അമ്യൂണിറ്റീസിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ 36 ഫാമിലിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ അമ്യൂണിറ്റീസ് ഈ ഒരു ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിരിക്കുന്ന അമ്യൂണിറ്റീസ് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ലോബിയിലേക്ക് വരാണെങ്കിൽ ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ലോബിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ റൂഫ് ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ പൂള് കൊടുത്തിട്ടുണ്ട്, റൂഫ് ടോപ്പിൽ പാർട്ടി ഏരിയ വരുന്നുണ്ട്, ടെറസ് ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ കംപ്ലീറ്റഡ് പ്രോജക്ട്സ് ഒക്കെ നോക്കിയാൽ കാണാം ടെറസ് ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ട്, ആ പാർട്ടി ഏരിയ ഒക്കെ നല്ല രസമായിട്ട് ഇവർ ശരിക്കും ആ ഒരു ടെറസ് ഏരിയ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ബിൽഡറാണ് വർമ്മ ഹോംസ്. അതുപോലെ തന്നെ ഹെൽത്ത് ക്ലബ്ബ് വരുന്നുണ്ട്, പിന്നെ ഇൻഡോർ ഗെയിംസ് വരുന്നുണ്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക പ്രോജക്ട്സിലും അവർ ഈ ഒരു EV ചാർജിങ്ങിനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റിലും വർമ്മ ഹോംസിൻ്റെ നമുക്ക് ആ ഒരു EV ചാർജിങ്ങിൻ്റെ പ്രൊവിഷൻ ആക്ച്വലി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് മേജറായിട്ടുള്ള അമ്യൂണിറ്റീസ് എന്ന് ആക്ച്വലി പറയാനുള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്ക് 24 hours സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി അത് പറയുന്നില്ല, ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് എല്ലാം ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലീഗൽ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് റെറ അപ്രൂവ്ഡ് ആണ്, എല്ലാ ലീഡിങ് ബാങ്ക്സും അപ്രൂവ്ഡ് ആണ്. നോർമലി നമ്മൾ വർമ്മ ഹോംസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്ന എല്ലാ ലീഗൽ പ്രൊസീജിയേഴ്സും പക്കയായിട്ട് ചെയ്യുന്ന ഒരു ബിൽഡറാണ്. എല്ലാം റെഡിയായിട്ട് മാത്രമാണ് അവർ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുള്ളൂ. ഇവർ ഒത്തിരി പ്രോജക്ട്സ് ഇപ്പോൾ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും അതുപോലെ തന്നെ തൃശ്ശൂരായിട്ടൊക്കെ പൈപ്പ് ലൈനിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ വ്ളോഗിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റൊക്കെ ലോഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനിൽ സാർ പറഞ്ഞിരുന്നു. അപ്പം അതൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്താണെങ്കിലും നമ്മൾ നല്ല ഒത്തിരി പ്രോജക്ട്സ് നോക്കുന്നുണ്ട്. ഇപ്പം വില്ല പ്രോജക്ട്സിനൊക്കെ ഒത്തിരി എൻക്വയറി നമുക്ക് ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് കിട്ടുമ്പോൾ മാത്രമേ നമ്മളതൊരു വ്ളോഗായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയുള്ളൂ. അതിൻ്റെ എല്ലാ ലീഗൽ സൈറ്റ്സും ചെക്ക് ചെയ്ത് അത്രയും ബെസ്റ്റാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയുള്ളൂ. നമ്മുടെ വാക്കാണ്, നമ്മൾ വ്ളോഗ് തുടങ്ങി അന്ന് പറയുന്നതാണ്, ഇപ്പോഴും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നവർക്ക്, അതായത് ഒരു 67-70 lakhs ഉള്ളിൽ നോക്കുന്നവർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മളിന്ന് ട്രിവാൻഡ്രത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും നല്ല പ്രോജക്ട്സുമായിട്ട് വീണ്ടും കാണാം. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇവരുടെ തന്നെ ഡയറക്റ്റ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. താങ്ക് യു സോ മച്ച്.